കാരണം ജോലി പോവും എന്നത് ശരിയാണ്, നിങ്ങൾ പ്രോപ്പറായി AI യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ പ്രോപ്പറായി AI യൂസ് ചെയ്താൽ അതേ AI നമുക്ക് വേണ്ടിയിട്ട് തന്നെ പണിയെടുത്ത് നമുക്ക് പണം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കും. സോ അത്തരത്തിൽ AI യൂസ് ചെയ്തിട്ട് ക്യാഷ് സമ്പാദിക്കാൻ കഴിയുന്ന ഐഡിയാസാണ് പറയുന്നത്. പക്ഷേ എവിടെ തുടങ്ങാം, എങ്ങനെ തുടങ്ങാം? AI ഒക്കെ വെറും ടെക്കീസിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നത്. ഞാൻ സാഗർ മുരളി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI എന്നും ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഒരാൾ. അത് ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ AI യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. അതുപോലെ എൻ്റെ ബിസിനസ് ഐഡിയ, ഇതേപോലുള്ള യൂട്യൂബ് ചാനൽസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കർ എല്ലാമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് AI. ഓക്കെ, AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ AI ഇങ്ങനെ ചെയ്യും, AI അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടേതായിട്ട് കുറച്ച് എഫേർട്ട് കൂടി ഇടേണ്ടി വരും. അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. AI വെബ്സൈറ്റ് ക്രിയേഷൻ ഫോർ സ്മാൾ ബിസിനസ് ഓണേഴ്സ്. നേരത്തെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കണം, അതുപോലെ ഡിസൈനിങ് പഠിക്കണം. ആഴ്ചകളോളം എടുത്തിട്ട് പല ടൂൾസിൽ ചെയ്ത് പഠിക്കേണ്ടി വരുമായിരുന്നു. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 50,000 മുതൽ 2,00,000 രൂപ വരെ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പേ ചെയ്യേണ്ടി വരുമായിരുന്നു ഒരു ഡിസൈനറിന്. സോ ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു ബിഗിനറിന് പോസിബിൾ പോലും അല്ലായിരുന്നു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ബിസിനസ്സിനും ഒരു ഓൺലൈൻ പ്രസൻസ് വേണം. അത് ഷോപ്സ്, ഫ്രീലാൻസേഴ്സ്, സ്റ്റാർട്ടപ്പ്, ഈവൻ എന്നെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. അത് ഈവൻ ഒരു സോഷ്യൽ മീഡിയ പേജ് ആവാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആവാം. മുമ്പൊക്കെ 50,000 മുതൽ 2,00,000 രൂപ വരെ ചിലവാകും. അതുപോലെ ആഴ്ചകൾ തന്നെ വേണ്ടി വരുന്ന ഒരു കുഞ്ഞ് വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. മിക്കവാറും അത്തരം വെബ്സൈറ്റ്സ് ഒന്നും കാണാൻ തന്നെ ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ AI ഉപയോഗിച്ചിട്ട് ഒരു വൈകുന്നേരം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റിൻ്റെ 80% ജോലിയും തീർക്കാം. പക്ഷേ ഈ 80% ജോലി തീർക്കാനാണ് ഏറ്റവും പാടുള്ള കോഡിംഗ് സ്കില്ല് നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നത്. ഫ്രെയിമർ AI, റീലൂം, ബോൾട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലവബിൾ AI പോലുള്ള ടൂൾസിൽ വെറും ടെക്സ്റ്റ് പ്രോംസ് മാത്രം കൊടുത്ത് മനോഹരമായിട്ടുള്ള മൊബൈൽ റെഡി വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. AI തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എഴുതും, നിങ്ങൾക്ക് വേണ്ട ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, ലേഔട്ട് നിങ്ങൾക്ക് അതിനെ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഫൈൻ ട്യൂണിങ് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ബിൽഡറിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ മാത്രം മതിയാവും. ലവബിൾ AI എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെബ്സൈറ്റിൻ്റെ 5 ക്വറീസോ മറ്റോ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ഡൊമൈൻ ഹോസ്റ്റിങ്ങും പിന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസും ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുള്ളൂ. അത് നിങ്ങൾക്ക് വലിയ എഫേർട്ടൊന്നും ഉണ്ടായിരിക്കുന്നില്ല. സോ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സൈറ്റിൽ നിങ്ങൾക്ക് ഒരു 15,000 മുതൽ 80,000 രൂപ വരെയൊക്കെ വാങ്ങാം. ആദ്യം വേണ്ടത് നിങ്ങൾക്കൊരു 2-3 വെബ്സൈറ്റ്സ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിലോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളൊരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇത് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ പോലെ ആയിത്തീരും. അതുപോലെ നിങ്ങൾ ഇത്രയും കുറഞ്ഞ റേറ്റിലാണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേയേറെ എൻക്വയറീസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ മെത്തേഡ്, നാട്ടിൽ തന്നെ ഉള്ള ബിസിനസ്സുകളില്ലേ, ചിലപ്പോൾ ജ്വല്ലറീസ് ഉണ്ടായിരിക്കും, ഹോട്ടൽസ് ഉണ്ടായിരിക്കും. ആൾറെഡി എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ്സ് ഉള്ളവർക്ക് നിങ്ങൾ തന്നെ റീഡിസൈൻ വരുത്തിയിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ സാമ്പിളും നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ഞാൻ ഇന്ന് തന്നെ ജോലി തുടങ്ങാം, കുറച്ച് സമയം മതി, എനിക്കൊരു 2 ആഴ്ചയ്ക്കകത്ത് എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണ്ടി മോഡിഫൈ ചെയ്ത് തരാൻ കഴിയും. സോ ഞാൻ ഇത്രയും രൂപയായിരിക്കും ഞാൻ ചാർജ് ചെയ്യുന്നത് എന്ന് പറയും. ആൾറെഡി അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പല ലക്ഷങ്ങളും കൊടുത്തിട്ടും കാണാൻ ഭംഗിയില്ലാത്ത വെബ്സൈറ്റ് ഉണ്ടാക്കിയവർ ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ഇത്രയും നല്ലൊരു ഇൻ്റർഫേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. 2025 വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസ് എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് പോലെയാണ്. AI ഉപയോഗിച്ചിട്ട് വർഷങ്ങളല്ല, ആഴ്ചകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ഡിജിറ്റൽ മാടമ്പികളാവാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിളിന് കുമാർ ഇഡ്ലി കഫേ. സോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് ആവശ്യത്തിന് വേണ്ട പ്രോംസൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ വെബ്സൈറ്റ് കണ്ടുപോകും. AI ഉപയോഗിച്ചിട്ട് വേറെ 5 മിനിറ്റിലുണ്ടാക്കിയ വെബ്സൈറ്റാണ്. സോ ഇനി നിങ്ങളതിൽ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിനെ എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്യുക, ആൻഡ് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ആയിരിക്കും, അതെല്ലാം വരുത്തുക. അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ AI വെച്ചിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോഡാഡി, വിക്സ് അത്രയുള്ള പല വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈൻ വാങ്ങി നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെബ്സൈറ്റ് വേണം. സോ ആലോചിച്ച് നോക്കുക ഇത്തരത്തിലുള്ളൊരു ബിസിനസ് ഐഡിയ പറ്റിയിട്ട്. സെക്കൻഡ് പോയിന്റ്, അധികം ആർക്കും അറിയാത്ത ഒരു AI ഉപയോഗിച്ചിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് പോഡ്കാസ്റ്റിംഗ് SEO ഒപ്റ്റിമൈസേഷൻ. പോഡ്കാസ്റ്റിനെ SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് ആക്കി മാറ്റുന്നത്. പോഡ്കാസ്റ്റേഴ്സ് പലരും അവർ സ്വർണ്ണ ഖനിയിലിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരിൽ പലർക്കും ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യം അറിയില്ല. ഡയറി ഓഫ് എ CEO, അലി അബ്ദർ, ഇവർ രണ്ടുപേരും മാത്രമേ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഇവർ ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ അവർ തന്നെ പല മൾട്ടിപ്പിളായിട്ടുള്ള കുഞ്ഞു വീഡിയോസായിട്ടും ഷോർട്സായിട്ടും അല്ലെങ്കിൽ ബ്ലോഗ്സായിട്ടും കുഞ്ഞ് പോസ്റ്റുകളായിട്ടും എക്സിലും യൂട്യൂബിലും
എല്ലായിടത്തും അവർ കാണുന്ന പലയിടങ്ങളിലും അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ അതിനെ റീപർപ്പസിങ് എന്ന് പറയും. ഒരു വലിയൊരു വീഡിയോയുടെ കുഞ്ഞു കുഞ്ഞു പാർട്ടുകളൊക്കെ ആക്കി, അല്ലാന്നുണ്ടെങ്കിൽ ആ വലിയ വീഡിയോയിലുള്ള കൺസെപ്റ്റുകളെ ആൾക്കാർക്ക് കാണാനും വായിക്കാനും എളുപ്പത്തിലുള്ള ഈ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടോ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് റീപർപ്പസ് ചെയ്ത സാധനങ്ങളാണ്. ഒരു ലോങ് ഫോം വീഡിയോ, ഒരു 2 മണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് എടുത്തിട്ട് ആൾക്കാർക്ക് കാണേണ്ടുന്ന പോർഷൻസ് മാത്രം ജസ്റ്റ് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു മെത്തേഡാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ഒരു എക്സാമ്പിളിന് ഒരു 30 മിനിറ്റ് ലെങ്തുള്ള ഒരു പോഡ്കാസ്റ്റിനെ ഒരു 3-4 ഒരു ഹൈ ക്വാളിറ്റി ബ്ലോഗ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ബ്ലോഗ് ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ഒരുപാട് പൈസ ഇല്ല, പക്ഷേ എന്നാലും നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ഓൺലൈൻ പ്രസൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര എളുപ്പമാണ്. കാര്യം തന്നെ ഏതാണ്ട് 90% ജോലി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തെടുക്കും. ഓക്കെ, അതിനെ ഏതെങ്കിലും ഒരു സമ്മറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിസ്പർ AI അല്ലെങ്കിൽ ഓട്ടർ AI അത്തരമുള്ള വെബ്സൈറ്റുകളൊക്കെ എടുത്തിട്ട് ആ പോഡ്കാസ്റ്റിനെ ടെക്സ്റ്റ് രൂപത്തിലാക്കുക. രണ്ടാമത് ഈ ട്രാൻസ്ക്രിപ്റ്റിനെ ChatGPTയിലിട്ടിട്ട് ഓരോന്നും ഒരു പ്രത്യേക കീവേഡ് ലക്ഷ്യമിട്ടുള്ള ബ്ലോഗ്സ് ആക്കാൻ വേണ്ടിയിട്ട് പറയുക. അതായത് ഒരു എക്സാമ്പിളിന് ഞാനിപ്പോൾ സൈക്കോളജിയെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ട് ആ പോയിന്റിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരുത്തുക. അതായത് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ബ്ലോഗായിരിക്കും ആദ്യം വരുന്നത്. അത്തരത്തിലുള്ള രീതിയിലുള്ള ഒപ്റ്റിമൈസേഷനാണ് ഈ പറഞ്ഞ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സോ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് SEO നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഓരോ ബ്ലോഗിനും നമുക്കൊരു 800 മുതൽ 4000 രൂപ വരെ കിട്ടും. മലയാളീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. സോ അതിനെ ഒരു മന്ത്ലി പാക്കേജ് ആക്കിയിട്ട് ഇന്ത്യൻ സെൻറ്റിൽ തന്നെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പോഡ്കാസ്റ്റുകൾ കാണാറുണ്ട്. ഇത് ഇംഗ്ലീഷ് വീഡിയോസിനെ ഞാൻ എന്ത് ചെയ്യാം, മലയാളത്തിലും മറ്റ് ലാംഗ്വേജിലും കിട്ടുന്ന രീതിയിലുള്ള ബ്ലോഗുകളാക്കി തരാം. സോ എനിക്ക് നിങ്ങൾ ഓരോ ബ്ലോഗിനും ഇത്ര രൂപ മാത്രം പേ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയുക. ഒരു എക്സാമ്പിൾ, ഞാനാണ് ഇത് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോഡ്കാസ്റ്റിൻ്റെ ജേണർ തിരഞ്ഞെടുക്കും. അതായത് ഫിറ്റ്നസ്, ഫിനാൻസ്, ബിസിനസ്, സിനിമ, സ്പോർട്സ്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയുള്ള ഒരു ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ പോഡ്കാസ്റ്റിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചിട്ട് ഈ 2 എപ്പിസോഡുകൾ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തുതരാം. അവസാനമായിട്ട് അവരോട് ഒരു കാര്യം കൂടെ പറയുക, ഞാനിത് എല്ലാ ആഴ്ചയും ചെയ്യാം, നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടി വരുമായിട്ടില്ല. എല്ലാ ആഴ്ചയും നിങ്ങൾ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്ത് തരാം. അത്തരത്തിലുള്ളൊരു 2-3 ക്ലയൻസിനെ കിട്ടിയാൽ പിന്നെ ഇത് ഓട്ടോ പൈലറ്റ് പോലെ തന്നെ ഏതാണ്ട് 90-95% ജോലിയും ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഫൈൻ ട്യൂണിങ് മാത്രം ചെയ്താൽ മതി. ഇതാണ് രണ്ടാമത്തെ ഐഡിയ. അടുത്ത ഐഡിയ, നിങ്ങൾ ചില യൂട്യൂബ് വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചിട്ട് ആരുമില്ലാതെ ജസ്റ്റ് കുറേ വീഡിയോസിൽ അല്ലെങ്കിൽ കുറച്ച് സ്ക്രീൻസ് എഡിറ്റ് ചെയ്ത് ഒരു വോയിസ് ഓവർ മാത്രം ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം AI ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും, പക്ഷേ പലർക്കും അധികം മനസ്സിലാവാറുമില്ല ഇത് AI ആണെന്ന് തന്നെ. എന്നാൽ അതാണ് സത്യം. ഇത്രയും എളുപ്പത്തിൽ AI വെച്ചിട്ട് നമുക്ക് പൈസ സമ്പാദിക്കാൻ കഴിയുന്ന വേറൊരു വഴി തന്നെയില്ല. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജേണർ സെലക്ട് ചെയ്യുക. ജേണർ മീൻസ് നീഷ്, ഫിനാൻസ്, AI, ബിസിനസ്, സിനിമ, സ്പോർട്സ്, കുക്കിംഗ്, ഹൗസ് ക്ലീനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സെലക്ട് ചെയ്യുക. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ChatGPT ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രിപ്റ്റ് എഴുതുക. അതായത് 11 ലാബ്സ് അല്ലാന്നുണ്ടെങ്കിൽ മർഫ് AI ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വോയിസ് പോലും വേണ്ട, സ്ക്രിപ്റ്റിലുള്ളത് AI തന്നെ വായിച്ചോളും. അടുത്തത് പിക്സൽസ് അല്ലെങ്കിൽ സ്റ്റോറി ബ്ലോഗ്സിൽ നിന്ന് സ്റ്റോക്ക് ഫൂട്ടേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ AI തന്നെ ജനറേറ്റ് ചെയ്ത് തരികയും ചെയ്യും. സോ അതിനെ CapCut യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ AI വെച്ചിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതെങ്കിലും വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക, അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. ഇതും AI തന്നെ ചെയ്തുതരും. ഇതെല്ലാം കംപ്ലീറ്റ് ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡുണ്ട്. അത് അവൈലബിൾ ആണ്, പക്ഷേ അതിപ്പോൾ മോണിറ്റൈസബിൾ അല്ല എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ഞാനത് റിസർച്ച് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫേസ്ലെസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ കംപ്ലീറ്റ്ലി AI തന്നെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചാനലിനെ പറ്റിയിട്ട് എങ്ങനെ അത് ജനറേറ്റ് ചെയ്യാന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരേ ജേണറിലുള്ള സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ തന്നെ അത്തരം ചാനൽസിനെ ഒരുപാട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. സോ എന്നും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ വീഡിയോസ് അറ്റ്ലീസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്
നിങ്ങൾക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഒരു സിഗ്നേച്ചർ വോയിസ് സ്റ്റൈല് കണ്ടെത്തണം. അതായത് ഓരോ വീഡിയോസിലും ഓരോ തരത്തിലുള്ള ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. സോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വോയിസ്, അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ചാനലാണെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു വോയിസ് അവിടെ കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വരുമാനം കൂടും. അതുപോലെ ഒരു വീഡിയോ തൊട്ടടുത്ത വീഡിയോയേക്കാൾ 1% മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു 6-10 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ക്യാഷ് മെഷീനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടാകും. സോ ഇതാണ് AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന 3 മെത്തേഡുകൾ. സോ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടുമുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ദാറ്റ് ഔട്ട്. സീ യു ദെയർ.